ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആഗമനകാലം 2-ാം വാരം തിങ്കൾ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെ വാക്യങ്ങൾ. സ്നേഹമുള്ളവരെ, ഇന്ന് ആഗോള കത്തോലിക്ക തിരുസഭ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും അമലോത്ഭവ തിരുനാളിൻ്റെ ആശംസകളും മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവത്താൽ അയക്കപ്പെട്ട ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് മംഗളവാർത്ത നൽകുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ സന്ദർഭം. ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് കെക്കരിത്തോമനെ എന്നതാണ്. അത് വർത്തമാനാവസ്ഥയ്ക്കൊപ്പം മുന്നവസ്ഥ കൂടി ഉൾക്കൊള്ളുന്ന ഗ്രീക്ക് പ്രയോഗം മറിയത്തെ ദൈവിക ജീവൻ കൊണ്ട് മുൻപും ഇപ്പോഴും പൂരിതയായ ഒരു പാത്രമായി ചിത്രീകരിക്കുന്നു. അമലോത്ഭവയായ മറിയത്തെ ഇന്ന് നാം ധ്യാനിക്കുമ്പോൾ മറിയം ഉത്ഭവം മുതൽ ഓരോ നിമിഷവും കൃപ കൊണ്ട് നിറഞ്ഞവളായിരുന്നു. ഒന്നാലോചിച്ചാൽ കൃപയുടെ സമൃദ്ധിയിൽ നിലനിൽക്കുക, അത് എന്നും നിലനിൽക്കുക എന്നത് എളുപ്പമായ കാര്യമല്ല. നമുക്കറിയാം, നിറഞ്ഞ പാത്രം എളുപ്പം തുളുമ്പിപ്പോകും, അതിൽ കുറവ് സംഭവിക്കാൻ എളുപ്പമാണ്. എങ്കിലും മറിയം നാം ചരിക്കുന്ന ഈ ലോകത്തിൽ തന്നെ ഈ നിറവിന് യാതൊരു കുറവുമില്ലാതെ ജീവിച്ചു എന്നതാണ് മറിയത്തിൻ്റെ മഹത്വം. ഒന്നോർക്കണം, ദൈവപുത്രൻ പോലും കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഭൂമിയാണ് നമ്മുടേത്. മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ശേഷം അവനെ തൽക്കാലം പിശാച് വിട്ടുപോയി എന്നതാണ് നാം വായിക്കുക. അതിനാൽ കുടിലതന്ത്രങ്ങൾ മെനയുന്ന കുടിലതന്ത്രങ്ങളുടെ ആ രാജാവ് എത്രയധികമായി അമ്മയെയും പരീക്ഷിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നിട്ടും ആ അമ്മയുടെ നിറവിന് ഒരു കുറവുമുണ്ടായില്ല. അതിനാൽ ജ്ഞാനസ്നാനാവസരത്തിൽ നമുക്ക് ലഭിച്ച ദൈവിക ജീവന്റെ നിറവിൽ എന്നും ജീവിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. അമ്മ നമുക്കെന്നും ഒരു മാതൃകയായിരിക്കട്ടെ. ദൈവം തമ്പുരാൻ നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.